എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നാളെ ന്യൂ ഇയർ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് എടുത്താലോ എന്ന്. കാരണം ഞങ്ങളിപ്പം തൃശ്ശൂരിലോട്ട് പോകാൻ നിൽക്കുകയാണ്, ചെറുതായിട്ടൊന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ സമയം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മണിയായി. ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്, ഇനി റെഡി ആവണം, ഇനി കുഞ്ഞുവിനെ റെഡിയാക്കണം. കുഞ്ഞുവിന് ഞാൻ ഫുഡ് കുറച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം കുറച്ച് കഴിഞ്ഞ് അവൾക്ക് വിശക്കും. അപ്പം ഞാനിപ്പം അവൾക്ക് ചെറുതായിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് സോറി ലേറ്റ് പോയി. ഞാൻ വിചാരിച്ചതാ, കാണുന്നുണ്ടോ, ഈ കപ്പ് ന്യൂഡിൽസ് ഒന്ന് ട്രൈ ചെയ്താലോ എന്ന്. ഞാൻ ഒരു തവണ കഴിച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നുന്നു. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് റെഡി ആയിട്ട് നമുക്ക് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ എങ്ങനെ ഉണ്ടാക്കാമെന്ന്, ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എങ്ങനെയാ. പക്ഷെ എനിക്കിതിൽ കാണുന്നില്ല, ഞാൻ തപ്പട്ടെ കേട്ടോ, തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചിട്ട് വരാം. ഇതിൽ സ്പൂണൊക്കെ നമുക്കുണ്ട് കേട്ടോ, കണ്ടോ, ഒരു സ്പൂണൊക്കെ നല്ല രസമുണ്ട്. സ്പൂണൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്, അതാണ് ഇത്ര എക്സൈറ്റഡ്. എൻ്റെ ഒക്കത്തെ ഒരാൾ വന്നിരിക്കുകയാണ്. ഇനി ഞാൻ എങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. എന്തിനാ കരയണേ? കുഞ്ഞാമ്മ എങ്ങനെ ചിരിക്കുക, കുഞ്ഞാമ്മ ഇങ്ങനെ കരയുക, അയ്യോ കുഞ്ഞാമ്മ ഇങ്ങനെ ഉമ്മ കൊടുക്കുക. ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ, ഫ്ലൈങ് കിസ് കൊടുത്തേ കുഞ്ഞു. ഒരു ഉമ്മ കൂടെ കൊടുത്തേ. ആ ടാറ്റ കൊടുത്തേ, ടാറ്റ, ഹായ് പറ. അപ്പൊ നമുക്കിത് ഉണ്ടാക്കാട്ടോ. ഞാൻ എനിക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, കെറ്റിൽ ചൂടാക്കിയിട്ട്. അപ്പൊ അങ്ങനത്തെ ഞാൻ തോന്നുന്നുണ്ട്, അതിൽ കാണാനില്ല എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതൊന്നും. എനിക്ക് അത്ര സ്മെല്ല് അടിച്ചിട്ട് അത്ര ഒരു നല്ല മണമൊന്നും തോന്നുന്നില്ല. മാഗി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആണല്ലോ, ഇത് അങ്ങനൊന്നും തോന്നുന്നില്ല. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഇതൊന്ന് സെറ്റ് ആവട്ടെ. അപ്പൊ ഇതാ എന്താ, അയ്യോ എടുക്കല്ലേ, എന്താ ഇത്, ഇതെന്താ, മാഗി പറ, അല്ല മാഗി. അപ്പൊ ദേ നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട്, ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാട്ടോ. കുഞ്ഞു ഡ്രസ് അല്ല ഇട്ടോട്ടിന്, കുഞ്ഞു വേറെയാണ് ഇടണേ അല്ലേ കുഞ്ഞു, അല്ലേ? അവളിത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. എനിക്ക് സ്മെല്ല് അത്ര വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ. കുഴപ്പമില്ല അത്ര കുഴപ്പമില്ല. ഞാന് സ്മെല്ലടിച്ചപ്പോ വിചാരിച്ചു വലിയ ടേസ്റ്റ് ഇല്ലാന്ന്. പക്ഷെ നമ്മൾ പറയും, പണ്ട് നമുക്ക് ഈ മാഗി എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഇങ്ങനെ ക്രിസ്പി സാധനം കിട്ടില്ല, ഇത്ര ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലത്തുള്ളത്. ഇവൾക്ക് നല്ല ഇഷ്ടായിട്ടോ അതിന്റെ ഒക്കെ ഒരു ടേസ്റ്റ്. ഞാൻ ഇവൾക്ക് അങ്ങനെ ഇങ്ങനത്തെ ഒന്നും കൊടുക്കലില്ല, പക്ഷെ നമുക്കിങ്ങനെ ചോദിക്കുമ്പോ കൊടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അതാ ഇന്ന് ഇവളെന്നെ തീർക്കും തോന്നിട്ട്. ഇത്ര ഇത് കൂടുതലമ്മ, നമ്മുടെ കുട്ടിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. വിചാരിച്ച പോലെ ഞാൻ വിചാരിച്ചു അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലാന്ന്. ഒരു ഹായ് പറഞ്ഞേ, ഓക്കെ, ഇനി ഞങ്ങള് കഴിച്ചിട്ട് വരാട്ടോ. അപ്പൊ കുഞ്ഞു ഇടാൻ പോണത് ഈ ഒരു ഡ്രസ്സാണ്, ഈ ഒരു ഇവിടെ ഉണ്ട്, ഈ ഒരു കോട്ട് സെറ്റ് ആണ്. അവൾ ഇടാൻ വേണ്ടി പറയണം, വാ. ഈ ഒരു കോട്ട് സെറ്റ് ആണ് അവൾ ഇടാൻ പോകുന്നത്. പിന്നെ ഞാനൊരു ബ്ലാക്ക് ആണ് ഇടാൻ പോകുന്നത്. ഇതൊരു നേവി ബ്ലൂ ആണ്, പക്ഷെ കണ്ട ബ്ലാക്ക് എന്നേ പറയുള്ളൂ കേട്ടോ.
അപ്പോൾ നമുക്ക് ഇട്ടാലോ. അങ്ങനെ കുഞ്ഞാമ്മ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇത് ഫസ്റ്റ് സ്ക്രീനാണ് മേടിച്ചത്. ഇതുപോലത്തെ ഞാൻ കുറേ മേടിച്ചിട്ടുണ്ടായിരുന്നു സ്വെറ്റേഴ്സ്. അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. നല്ല വെറൈറ്റി ആണ് കേട്ടോ എല്ലാതും. എനിക്ക് ബേബീസിന്റെ ഓരോ ഐറ്റംസ് കാണും ഭയങ്കര കൗതുകമാണ്. അതുപോലെ തന്നെയാണ് അവളുടെ ഷൂസ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അത് എൻ്റെ ഹസ്ബൻഡിന് മാമ കൊടുത്തതാണ് ഗിഫ്റ്റ് ആയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ ഫേവറേറ്റ് മാമും കൂടെയാണ് കേട്ടോ അത്. പിന്നെ എനിക്കും അത് ഹസ്ബൻഡും അതെ. അവൾക്ക് ഇങ്ങനത്തെ ഉടുപ്പുകളൊക്കെ ഇടിക്കുന്നതിനെക്കാട്ടും ഇഷ്ടം ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇടിക്കാനാണ് കേട്ടോ. അവൾക്ക് ഭംഗി ഇങ്ങനത്തെ ഡ്രസ്സാണ്. ഞാനൊന്ന് ഇടാൻ പോകുന്ന ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഒരു ഫ്രോക്കാണ്, ഒരു ഹാഫ് ഫ്രോക്കാണ്. ഞാൻ അതിൻ്റെ അടിയിലൊരു പാൻറ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഞാനിന്ന് ഇടാൻ പോകുന്നത്. ഡ്രസ്സ് അപ്പം നമ്മൾ എന്താ പോകണേ? ടാറ്റ പോവാണ്. ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവാണ് നമ്മൾ. ടാറ്റ പറയും, ടാറ്റ ഫ്ലൈങ്സ് എടുക്ക്. ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കാണ്. ഞങ്ങൾ നേരെ തൃശ്ശൂർക്ക്. അച്ഛൻ ഫുഡ് കഴിക്കാൻ പോകണ്ട? ആദ്യം ഫുഡ് കഴിക്കാൻ വന്നിട്ടാണോ? എപ്പോഴാ പരിപാടി? ഉച്ചക്ക് ന്യൂ ഇയറിന് എന്തെങ്കിലും അടിപൊളി ഓർമ്മകളായിട്ടുണ്ടോ? ന്യൂ ഇയർ അല്ല, നമുക്ക് സാധാരണ ദിവസം. ഞങ്ങൾ ഇറങ്ങിട്ടോ. അമ്മയ്ക്ക് എന്തെങ്കിലും ന്യൂ ഇയറിന് നല്ല ഓർമ്മകളുണ്ടോ? ഒരു ഓർമ്മകളും ഇല്ലേ? ഇവിടെ അടുത്ത വീട്ടിൽ അലങ്കരിച്ചിരിക്കുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അച്ഛയ്ക്കും അമ്മയ്ക്കും അങ്ങനെ ഹാപ്പി മൊമെന്റ്സ് ഒന്നും ന്യൂ ഇയറിന് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ഹാപ്പി മൊമെന്റ്സ് ഒക്കെ കൂടുതലും ഉണ്ടായിട്ടുള്ളത് ന്യൂ ഇയറിനാണ് കേട്ടോ. നമ്മൾ തേക്കിൻകാട് മൈതാനത്തിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. നല്ല മഞ്ഞുണ്ട് കേട്ടോ. നമ്മളിത് ഇനി ഹോട്ടലിലോട്ട് നടക്കുകയാണ്. നല്ല മഞ്ഞുണ്ട്. ഇവിടെ അമ്പലത്തിൽ എന്തോ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ ഈ ഹോട്ടലിലാണ് കയറിയിട്ടുള്ളത്. തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും ഇത് കണ്ട് അറിയുന്നുണ്ടായിരിക്കും. അങ്ങനെ വന്ന് കയറിയപ്പോൾ തന്നെ പോസ്റ്റ് ആയിരുന്നു, ഫുള്ളായിരുന്നു. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതാ വാഷ്റൂമിൽ പോയപ്പോൾ അതാ മിറർ കണ്ടു. പിന്നെ ഞാൻ വെറുതെ വിടും കുറേ പട്ടിഷോ ഒക്കെ കാണിച്ച് ഇങ്ങനെ വീഡിയോ എടുത്തിരുന്നു. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഫ്രൈഡ് റൈസ് ഞാനും ചെറുതും കൂടെയാണ് കഴിച്ചത്. അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ വീറ്റ് പൊറോട്ട കൂടെ മേടിച്ചു കേട്ടോ. അപ്പോൾ ഇതാ അവളുടെ അമ്മച്ചി അവൾക്ക് ലൈം ജ്യൂസ് ഒക്കെ കൊടുക്കുകയാണ്. പിന്നെ ഞാൻ എപ്പോഴും കേൾക്കണ ഒരു കാര്യമാണ്, അയ്യോ മോൾ ഭയങ്കര ചെറുതാണല്ലോ, മെലിഞ്ഞിട്ടാണല്ലോ, എന്താ തിന്നാനൊന്നും കൊടുക്കുന്നില്ലേ, അത് കൊടുക്ക് ഇത് കൊടുക്ക് ടിപ്സ് പറഞ്ഞു തരുന്നു. അങ്ങനെ സ്വന്തം മക്കൾക്ക് ഏത് അമ്മമാരെ തിന്നാൻ കൊടുക്കാതിരിക്കുക? സത്യം പറഞ്ഞാൽ അവരെക്കാട്ടും ആഗ്രഹം ഉണ്ടാവില്ലേ നമുക്ക് നമ്മുടെ മക്കൾ നല്ലപോലെ ഇരിക്കണം, തടിക്കണം എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് തടിയിലല്ല കാര്യം, ഹെൽത്തി ആയിട്ട് ബേബി ഇരിക്കണം എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ എന്റെ ചെറുതിന് കാണിക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് അവൾ ഹെൽത്തി ആണ്, മിടുക്കിയാണ്, ഒരു കുഴപ്പമില്ല എന്നാണ്. ശരിയാണ്, അവൾ എല്ലാ ഫുഡും ഒരു മടിയും കൂടാതെ കഴിക്കുന്ന ഒരു കുട്ടിയാണ്. ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു കുത്തുന്നവർക്ക് പുല്ല് വില പോലും കൊടുക്കലില്ല. നമ്മളിപ്പോ തൃശ്ശൂർ പാലസ് ഗ്രൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ മധു ബാലകൃഷ്ണന്റെ പ്രോഗ്രാമൊക്കെ ഉണ്ട് ന്യൂ ഇയറോടനുബന്ധിച്ച്. അപ്പൊ അത് കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ഇവിടെ എൻജോയ് ചെയ്ത് നമ്മുടെ കുഞ്ഞാമ്മയാണ്. അവൾക്ക് ഈ പാട്ട് ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി പാട്ട്. കാരണം ചെറുപ്പം തൊട്ടേ അവളുടെ അമ്മച്ചനും അമ്മമ്മയും കൂടെ വയലിനൊക്കെ കേൾപ്പിച്ചു കൊടുക്കുക. അത് അവളിങ്ങനെ കേട്ടിരിക്കും കേട്ടോ. മാത്രല്ല അവളുടെ അച്ഛനൊരു സംഗീത പ്രിയനും കൂടെയാണ്. കുഞ്ഞാമ്മി
ഞാൻ പറയാ റെഡി 1 2 3 സ്റ്റാർട്ട് ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ ഇന്നത്തെ ന്യൂ ഇയറും പൊടി പൊടിച്ചു. പക്ഷെ സത്യം പറഞ്ഞ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ന്യൂ ഇയർ തന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. 2024 ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ആളെന്നെ. ബട്ട് കുഴപ്പമില്ല, ആൾ എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് വരുന്നുണ്ട് ലീവിന്. പിന്നെ എനിക്കൊരു എൽഡർ ബ്രദറും കൂടെ ഉണ്ട് കേട്ടോ. ആള് UK-ലാണ്. ഞാൻ ഓപ്പാന്നാണ് വിളിക്കല്. അത് ചെറുപ്പം തൊട്ടേ അച്ഛനമ്മ ശീലിപ്പിച്ചതാണ് ടോപ്പാ വിളി. എന്റെ ഓരോ കാര്യത്തിനും എപ്പോഴും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആള്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ബ്രദർ സിസ്റ്റർ ബോണ്ട് അല്ല, ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ് ഉള്ളത്. ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഭയങ്കര ടയേർഡാണ്. 12 മണി കറക്റ്റ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ന്യൂ ഇയർ അടിച്ചു പൊളിച്ചെന്ന് കരുതുന്നു. ഇനി എന്താ പറയുക, ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.